പ്രശസ്ത നാടക സിനിമാ നടി മീന ഗണേഷ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. പുലർച്ചെ ഷൊർണൂർ PK ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ, വാൽക്കണ്ണാടി, നന്ദനം, മീശമാധവൻ, പുനരധിവാസം തുടങ്ങി 200-ൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. SL പുരം, സൂര്യസോമ, കായംകുളം കേരള തിയേറ്റേഴ്സ്, തൃശൂർ ചിന്മയി തുടങ്ങി കേരളത്തിലെ വിവിധ നാടക സമിതികളിൽ അഭിനയിച്ച് ഒട്ടേറെ അവാർഡുകൾ കരസ്ഥമാക്കി. അസുഖബാധിതയായി ചികിത്സയിലായിരുന്നു. സംസ്കാരം വൈകിട്ട് ചെറുതുരുത്തി ശാന്തിതീരം ശ്മശാനത്തിൽ നടക്കും. കലാഭവൻ മണി അമ്മ എന്ന് മാത്രം വിളിച്ചിരുന്ന നടിയായിരുന്നു മീന ഗണേഷ്. പലപ്പോഴും തന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പറയുമ്പോൾ മണി ഉണ്ടായിരുന്നു എങ്കിൽ തനിക്കിത്ര കഷ്ടപ്പാടുകൾ വരില്ലായിരുന്നു എന്ന് മീന ഗണേഷ് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഒരു മകനും മകളുമാണ് മീന ഗണേഷിനുള്ളത്. ഒരിക്കൽ തന്റെ മകൻ തന്നെ നോക്കുന്നില്ല എന്ന് ആരോപിച്ച് മീന മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നു. മകൻ ചിരട്ടയെടുത്ത് തെണ്ടാൻ പോകാൻ പറഞ്ഞു എന്നായിരുന്നു മീനയുടെ കണ്ണീരിൽ കുതിർന്ന ആരോപണം. മകനിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന് ആരോപിച്ച് മീന രംഗത്തെത്തിയതും വാർത്തയായിരുന്നു. പിന്നീട് ഈ പ്രശ്നം പോലീസ് മക്കളെ വിളിച്ചു വരുത്തി പരിഹരിക്കുകയായിരുന്നു. രോഗാവസ്ഥയിൽ കഴിയുമ്പോൾ ഒരു അഭിമുഖത്തിൽ മീന ഗണേഷ് പറഞ്ഞത് ഇങ്ങനെയാണ്: കലാഭവൻ മണി ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ സഹായിച്ചേനെ. അഭിനയിക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഭർത്താവ് ഉണ്ടാകും. ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോയതും വന്നതും മണിയുടെ വണ്ടിയിലാണ്. അമ്മ എന്നെ വിളിക്കുമായിരുന്നുള്ളൂ. 7 സിനിമ മണിയുടെ കൂടെ ചെയ്തിട്ടുണ്ട്. മണി മരിച്ചപ്പോൾ കാണാൻ പോയിട്ടില്ല. വയ്യായിരുന്നു എന്നാണ് മീന ഗണേഷ് പറഞ്ഞത്. ഒരു കാലത്ത് മീന ഗണേഷ് കലാഭവൻ മണിയുടെ സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു. കേവലം അഭിനേത്രിയായിട്ടല്ല, സ്വന്തം അമ്മയായിട്ടായിരുന്നു കലാഭവൻ മണി മീനയെ കണ്ടിരുന്നത്. മീനയ്ക്ക് മണിയോടും ഒരു മകനോടെന്ന പോലുള്ള വാത്സല്യമുണ്ടായിരുന്നു. നടൻ കലാഭവൻ മണി ജീവിച്ചിരുന്നു എങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ലഭിക്കുമായിരുന്നു എന്ന് സിനിമാ പ്രവർത്തകനായ വിജയ് ശങ്കറും ഒരിക്കൽ പറഞ്ഞിരുന്നു. അമ്മ സംഘടനയിൽ നിന്നുള്ള പെൻഷൻ അല്ലാതെ മറ്റാരുടെയും സഹായമില്ല എന്നും ഞാൻ ആരോടും ആവശ്യപ്പെടാറില്ല എന്നും മീന ഗണേഷ് പറഞ്ഞിരുന്നു. അമ്മയുടെ മീറ്റിംഗിന് മുൻപ് പോയിരുന്നു. ജീവിതത്തിൽ ഇനിയൊരു ആഗ്രഹവുമില്ല. മരിച്ചാൽ മതി എന്ന് മാത്രം ചിന്തിക്കാനാണ് തനിക്ക് കഴിയുന്നത് എന്ന് മീന ഗണേഷ് ഒരു അവസരത്തിൽ പറഞ്ഞിരുന്നു. രാത്രി കിടക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് രാവിലെ ഉണരരുത് എന്നാണ്. കാരണം ജീവിതം മടുത്തു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നതും വലുതായതും. 39 വർഷം ഭർത്താവും ഞാനും സന്തോഷമായി ജീവിച്ചു. 2 മക്കളുമുണ്ടായി. അവരെ നല്ല അന്തസ്സായി വളർത്തി. മകളും മരുമകനും നോക്കും. പക്ഷേ വീട് വിട്ടു പോകാൻ മീന ഗണേഷ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മീന ഗണേഷ് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ്. 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള താരമാണ് മീന ഗണേഷ്. 2 വർഷത്തിലധികമായി മീന അഭിനയ രംഗത്ത് നിന്ന് ഇടവേള എടുത്തിരുന്നു. കാലിന് വയ്യാതെ വന്നതോടെയാണ് അഭിനയ രംഗത്ത് നിന്നും മീന ഗണേഷ് ഇടവേള എടുത്തത്. ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധി അലട്ടിയിരുന്നു എങ്കിലും പരസഹായത്തോടെ താരം അഭിനയിക്കുവാൻ ചില ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തിയിരുന്നു. അതിനിടെയാണ് അസുഖം വല്ലാതെ തളർത്തിയത്. ഭർത്താവ് മരിക്കുന്നതിന് മുൻപ് മീനയ്ക്ക് BP കൂടി തലകറക്കം അനുഭവപ്പെട്ടു തുടങ്ങിയതോടെയാണ് മീന അവശയായി മാറിയത്. പിന്നാലെ ഭർത്താവിന്റെ മരണത്തോടെ നടി തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു. ഒരു വ്ലോഗറുമായുള്ള അഭിമുഖത്തിലാണ് പിന്നെ പ്രേക്ഷകർ മീനയെ കണ്ടത്. അന്ന് താൻ നേടിയതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് മീന പറഞ്ഞത്. സിനിമയിൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏത് കഥാപാത്രമാണ് കൂടുതൽ ഇഷ്ടം എന്ന ചോദ്യത്തോട് ഒരിക്കൽ മീന നൽകിയ മറുപടി വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ തന്റെ കഥാപാത്രമാണ് ഇന്നും ഇഷ്ടമുള്ളത് എന്നായിരുന്നു. മീന ഗണേഷിന് ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.